വൈരാഗ്യമോ വിരോധമോ പകയോ ഉണ്ടെങ്കിൽ അത് സൂര്യാസ്തമയത്തിന് മുമ്പേ തന്നെ തീർത്തിരിക്കണം. എടാ ഞാനിവിടെ ലോക്കായി തോന്നണേ. അതിപ്പോഴാണ് മനസ്സിലായത്. നിനക്ക് മനസ്സിലായി? നമ്മളോട് ഒപ്പിട്ട് കൊടുത്തില്ലേ അപ്പ. മാതാപിതാക്കൾ ഒരു മക്കളെയും ഒരിക്കലും ചതിക്കുകയില്ല. അച്ഛോ ഒരു കാര്യം പറട്ടെ, എന്റെ മാതാപിതാക്കളെ ചതിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ എന്റെ അനിയനെ ഇവിടെ കൊണ്ടുവന്നാക്കാൻ വന്ന ആളാണ്. പക്ഷെ അവരെന്നെ ചതിച്ച് ധ്യാനം കേന്ദ്രത്തിൽ കയറ്റി. ഇങ്ങനെ കെട്ടിയിട്ട് ധ്യാനം ചെയ്യിക്കേണ്ട കാര്യമുണ്ടോ? എന്റെ സമാനം എനിക്കല്ലേ അറിയുള്ളൂ. അച്ഛനൊരു ഉത്തരം പറ. അച്ഛനൊരു ഉത്തരം കേട്ടോ. കുതിരച്ചക്ക് നീ ഇത് കഴിഞ്ഞ് എന്നെ വന്ന് കാണണം കേട്ടോ. ഇരിക്കും. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം അല്ല ഫാദർ. എന്തോ ഐ ഹാവ് ദ സെയിം ഇഷ്യൂസ്. ഹാങ് ഡ്രം പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടാ ഞാൻ എന്റെ പാരന്റ്സ് ഇവിടെ കൊണ്ടാക്കിയത്. ഹാങ് ഡ്രം മ്യൂസിക് ഇൻസ്ട്രുമെന്റ്. സീ വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? ഇത് കഴിഞ്ഞ് നീയും എന്നെ വന്ന് കാണണം കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് വന്ന് കണ്ടാ മതിയോ? അല്ല, ആദ്യം ഇവിടെ വന്ന് കാണും. നീ നാളെ വന്ന് കണ്ടാ മതി കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം, 3 മദ്യക്കുപ്പികൾ, 6 മൊബൈൽ ഫോണുകൾ എന്നിവ ഞാനൊരു പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ്. അതിന്റെ രചന പൂർത്തിയായി. അത് പ്രകാശനം ചെയ്യുന്നതോടുകൂടി എനിക്ക് ഈ ലോകത്തോട് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീരും. പുസ്തകം എന്തിനെ പറ്റിയിട്ടാണ്? ടോക്സിക് റിലേഷൻഷിപ്പുകളും അതിന്റെ അനുബന്ധ പുകച്ചിലുകളുമാണ് ഇതിന്റെ ഇതിവൃത്തം. ഓ, പക്ഷെ സി സോണി, ജീവിതത്തിൽ എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് എല്ലാവരും ചിന്തിക്കുന്ന ഒരു സമയം, ഐ തിങ്ക് ദാറ്റ്സ് നോട്ട് പോസിബിൾ. നമ്മുടെ മുൻഗാമികൾക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ടതും നമ്മളാണ്. വഴി കാണിച്ചു കൊടുക്കാൻ ഗൂഗിൾ മാപ്പില്ലേ? ഗൂഗിൾ മാപ്പ് വിൽ നോട്ട് ഹെൽപ്പ് ഇൻ എ റിലേഷൻഷിപ്പ്. ഷാൽ വി ഗോ സംവെയർ? ചങ്ങലകളില്ലാത്ത, നമ്മളെ ആരും നിയന്ത്രിക്കാനില്ലാത്ത ഒരു സ്ഥലത്തേക്ക്. കർത്താവേ, ഞാൻ പോയ അതേ സ്ഥലമാണല്ലോ. ആർ യു ഇൻ? യെസ്, ഐ മീൻ. കർത്താവേ, ടോണി ഇങ്ങോട്ടാ. അച്ഛനെന്താ ഇവിടെ? എനിക്കിവിടെ പാർട്ട് ടൈം ദേവ ശുശ്രൂഷ ഉണ്ടോ? അത് ശരി. പിന്നെ എങ്ങനെ പോകും ധ്യാനമൊക്കെ? എന്റെ ലൈഫിൽ ഇത്രയും തല്ലിപ്പൊളി ധ്യാനം ഞാൻ കൂടിയിട്ടില്ല. നിനക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ ടോണി. ഇതെല്ലാം നിന്നെ കൊണ്ട് പറയിക്കണേ പിശാശാണ്. സാരയില്ല, ഈ ധ്യാനമൊക്കെ കൂടി കഴിയുമ്പോ നീ ആളാകെ അങ്ങ് മാറും. നിനക്ക് കുറച്ച് ഉത്തരവാദിത്ത ബോധമൊക്കെ ഉണ്ടാവും. നിന്നെ ഞാൻ നമ്മുടെ വലിയച്ഛനെ പരിചയപ്പെടുത്താം. എന്തിനി? പിശാചിനെ പഠിക്കുന്ന അച്ഛനാണ്. നീ വന്നേ വാ. വേണോ? കണ്ടാ അച്ഛൻ വരണ കണ്ടാ? ഇതിനാണ് ദൈവകൃപ എന്ന് പറയുന്നത്. മുടി എന്തെങ്കിലും ഇരിക്കണം. ഫാദർ ലോക ചോട്ടല്ലേ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും ഈശോ മിശിഹായല്ല, ഈശോ മിശിഹായ്. ഇതാരാ ഇത്? അച്ഛോ, ഇത് എന്റെ ക്ലാസ്മേറ്റ് ആണ് ടോണി. നല്ല യുവത്വം തുളുമ്പുന്ന ചെറുപ്പക്കാരൻ. കാഴ്ചക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. അച്ഛൻ തലതിരിഞ്ഞു പോയാണോ അച്ഛോ? ഇവന്റെ ഫാമിലി എന്ന് പറഞ്ഞ ഇത്രയും തല്ലിപ്പൊളി ഒരു ഫാമിലിനെ ഞാൻ എന്റെ പ്രീസ് ലൈഫിൽ കണ്ടിട്ടില്ല അച്ഛോ. ചുമ്മാ. പിന്നെ ഒരു ചേട്ടനുള്ളവനെ അച്ഛൻ അറിയും, സോണി. നമ്മുടെ തർക്കുത്തരം പറയുന്നവൻ വല്യമ്മച്ചീന്റെ ആളാണോ? അപ്പൊ പിന്നെ കുടുംബ മഹിമയെ പറ്റി ഒന്നും പറയണ്ട. ഇവനാണെങ്കിൽ പണിക്കും പോകത്തില്ല, കള്ളുകൂടി, പെണ്ണുപിടി. പെണ്ണുപിടിയില്ലേ? പെണ്ണുപിടിയില്ല അച്ഛോ. നിർത്തിയെന്ന് തോന്നുന്നു. അച്ഛോ ഇത് കണ്ട എന്റെ പേര് വിളിച്ചണ്ട. അച്ഛൻ ഇവനൊന്ന് പിടിക്കണം. അച്ഛൻ വിചാരിച്ചാൽ ഇനി എന്തെങ്കിലും നടക്കുള്ളൂ. അത്രയ്ക്ക് ടഫാണോ? എന്നെ കൊണ്ട് കൂട്ടിയിട്ട് കൂടുന്നില്ല അച്ഛോ. ജോജോ വയ്ക്കോ, ഞാൻ നോക്കിക്കോളാം. ഈ ചീങ്കണ്ണിയുടെ പിടുത്തം അറിയാമോ? ഇല്ല. ആ, അതുപോലെയാണ് എന്റെ പിടുത്തം. പിടിച്ചാ പിന്നെ വിടില്ല. മനസ്സിലായോ? ജോജോ ചെന്നോണോ പറഞ്ഞ? ജോജോ കള്ളം പറയാറില്ല. ടോണി നടക്ക്. ധോണിയല്ല ടോണി. ആ, ടോണി എങ്കിൽ ടോണി നടക്ക്.